ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കലത്തപ്പമാണ്. അതും ചക്കപ്പഴം വെച്ചിട്ടുള്ള കലത്തപ്പം. ഈ കലത്തപ്പത്തിൻ്റെ യഥാർത്ഥ ഉറവിടം ഞങ്ങളുടെ നാട്ടിലാണ്, ശങ്കരൻകട. ഈ ശങ്കരൻകടയിലെ കലത്തപ്പമാണ് കണ്ണൂർ എല്ലാ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകാറ്. പണ്ട് നമ്മുടെ കണ്ണൂർ നാട്ടിൽ എന്ത് സൽക്കാരങ്ങളുണ്ടെങ്കിലും കലത്തപ്പം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പലഹാരമാണ്. അത് ഞങ്ങളുടെ വീടിനടുത്താണ് ആ ഷോപ്പുള്ളത്. ഇപ്പോൾ പക്ഷേ ആ ഷോപ്പ് അടച്ചിട്ടാണ് ഉള്ളത്. എന്നാലും നമ്മുടെ കണ്ണൂരുകാരുടെ ഒരു പ്രിയപ്പെട്ടൊരു പലഹാരമാണ് കലത്തപ്പം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. പണ്ടൊക്കെ ഈ കൽച്ചട്ടി വെച്ച് കനൽ മേലെ ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കാറ്. ഇപ്പോൾ എല്ലാവരും കുക്കറിലും നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ചക്ക വെച്ചിട്ടുള്ളൊരു കലത്തപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ റെഡിയാക്കാം. ഇത് ഞാൻ രാവിലെ ഒരു കപ്പ് പച്ചരി കുതിർത്തിട്ടുണ്ടായിരുന്നേ. അത് കഴുകി വൃത്തിയാക്കി ഇത് മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചക്ക കാണുമ്പോഴേ നിങ്ങൾ പറയും, നമ്മുടെ ഇവിടുത്തെ ചക്കപ്പഴം പഴുത്തത് ബാക്കിയുണ്ടായിരുന്നു, അതൊരു 4-5 ചുളയെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതേ കുറച്ച് ഏലക്ക അതും കൂടി ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് നല്ലപോലെ വെള്ളം കൂട്ടി അരച്ചെടുക്കാം. ഞാൻ അരച്ചെടുത്തിട്ടും പഴുത്ത ചക്കയും ഏലക്കായും എല്ലാം കൂടെ വെള്ളവും ചേർത്ത് നല്ല കട്ടിയായി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ആ ശർക്കര ചൂടോടെ ഇതിലൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ളുപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു മതിയേ. കലത്തപ്പത്തിലോട്ട് ഇടാൻ വേണ്ടി ഞാനിത് ചെറിയ ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ തേങ്ങ കൊത്തും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചക്ക കലത്തപ്പല്ലേ, അപ്പോൾ ഞാൻ കുറച്ച് ചക്കയും ചെറുങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്തും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാതെ നമ്മൾ നേരത്തെ മൂപ്പിച്ച് മാറ്റി വെച്ച തേങ്ങാക്കൊത്തും കുഞ്ഞുള്ളിയും ചക്കയൊക്കെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ വിസിലെടുത്തിട്ട് മൂടി മാത്രം ഇട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാൻ വെക്കാം. അപ്പോഴേക്ക് നമ്മുടെ ചക്ക കലത്തപ്പം റെഡിയാവും. നല്ലപോലെ ആവിയൊക്കെ പോകുന്നുണ്ട്. ഇനി ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ. ഇതേ കുക്കറിൻ്റെ മൂടി തുറന്ന് ഞാനൊരു കത്തി വെച്ച് കുത്തി നോക്കി. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് രജനി ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ചക്ക കലത്തപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.